ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ടിപ്പാണ്. അതായത് നമ്മൾ ഫോർ വീൽ യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും മഴയത്ത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ വണ്ടിക്കുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ റീസൺ കണ്ടെത്തിയും ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ മഴക്കാലത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇന്ന് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചു, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ചിലപ്പം, പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് അവിടെ പാഡ് ജാം ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ജാം ആയി കഴിഞ്ഞാൽ വണ്ടി മൂവ്മെൻറ്റ് കിട്ടില്ല. നമ്മൾ ഹാൻഡ് ലിവർ താത്തി കഴിഞ്ഞാലും മൂവ്മെൻറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ വണ്ടി കുറച്ച് പഴയൊരു മോഡലാണ്, മാരുതി 800 ആണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. നമ്മളിപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റിലോട്ട് വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ വണ്ടി ഇപ്പം അധികം പഴക്കമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ വലിച്ചു വെച്ച് കഴിഞ്ഞു, ചിലപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലുകൾ ജാമാവും. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യാറ്, വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലിട്ട് വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടും നമ്മൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. രണ്ടും സേഫ് തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്നുകിൽ ഹാൻഡ് ബ്രേക്ക് കുറച്ച് പൂർണ്ണമായിട്ടും വലിക്കാതെ ഏകദേശം കുറച്ച് മാത്രം വലിച്ചു വെക്കുക, അതിനുശേഷം ഫസ്റ്റ് ഗിയറിലിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ വീല് ജാമാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പം ചെയ്യാനുള്ളത് കുറച്ച് അൺസേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും വണ്ടിക്ക് ബാക്കി ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ന്യൂട്രലിട്ട് വെക്കും. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കുറച്ച് ചെറുതായിട്ട് ഒരു 2 പോയിൻ്റ് മാത്രം, അതായത് ഫുള്ള് വലിച്ചിടാതെ 2 പോയിൻ്റ് മാത്രം വെക്കുകയും ബാക്കിയുള്ള നമുക്ക് വണ്ടിയുടെ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന പ്രവൃത്തി വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രതലാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇറക്കവും കയറ്റമൊന്നുമല്ല. ബാക്കിൽ ഒരു കല്ലിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു കല്ലിൻ്റെ ഒരു പീസും വെക്കുകയാണ്. അപ്പോൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സേഫായിട്ടുള്ള കാര്യമൊന്നുമല്ല, കുറച്ചും കൂടി വലിയ മരത്തിൻ്റെ കട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീല് ജാമാവുന്ന ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് നമ്മൾ വലിച്ചു വെച്ചിട്ടില്ല, ജസ്റ്റ് 2 പോയിൻ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ട് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് എന്തായി കഴിഞ്ഞാലും വീല് ജാമാവാനൊരു സാധ്യതയുണ്ട്. അത് ചെറിയൊരു ടിപ്പാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഫുള്ള് ലോഡ് ആ ഗിയറിൻ്റെ ഇതിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ആ കാര്യം എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് 2 പോയിൻ്റ് മാത്രം വലിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത്, ഇപ്പം വണ്ടി മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പൂർണ്ണമായിട്ടും വലിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ. അപ്പം ബാക്കിയുള്ളത് നമുക്കിപ്പം വെക്കുന്ന കട്ട കുറച്ചും കൂടി സൈസ് ഉള്ളത്, വലിപ്പത്തിലുള്ള ഇഷ്ടികയോ അങ്ങനത്തെയുള്ള പീസുകളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.